കറുത്ത മുത്ത്. അനുവിന്റെ ഉമ്മ അനുവിനോട് പറഞ്ഞു, ഇറങ്ങിപ്പോ അവിടുന്ന്. ഉമ്മ, എന്റെ ഐശു എവിടെ? നിന്റെ ഐശുവോ? അതെപ്പോ മുതല്? കുറച്ച് മാസങ്ങളായില്ലേ നിന്റേതല്ലാതായിട്ട്. എന്നിട്ടിപ്പോ എന്ത് പറ്റി എന്റെ മോന്? എന്റെ പൊന്നു മോളെ മരണത്തിന്റെ വക്കിലെത്തിച്ചില്ലേ നീ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്ന്. നിനക്ക് സന്തോഷമായില്ലേ? നീ സന്തോഷിക്ക്. ഇല്ല ഇല്ല ഉമ്മ, എന്റെ ഐശുവിനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം എന്റെ ഐശുവിനെ. അനു ഐശുവിന്റെ മുന്നിലേക്ക് പോയി. മുനീർ അനുവിനോട് ചോദിച്ചു, എന്തിനാ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ പൊന്നുമോള് ഒന്നും അറിയിച്ചില്ലല്ലോ ഞങ്ങളെ. എല്ലാം നിന്റെ ഉമ്മ പറഞ്ഞിട്ട് അറിയേണ്ടി വന്നല്ലോ. അപ്പോഴേക്കും എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വെറുതെ വിടില്ല. മുനീർ ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതെ പൊട്ടിക്കരഞ്ഞു. എന്റെ മോളൊരു പാവായിരുന്നില്ലേ അനു? എന്നിട്ട് എന്തിനായിരുന്നു എന്റെ മോളോട് ഇങ്ങനെയൊക്കെ? സെറീനയും തേങ്ങി. അനുക്ക, എന്തിനായിരുന്നു എന്റെ ഐശുവിനോട് ഇങ്ങനെ? അനുക്കയെ ജീവനായിരുന്നില്ല ഐശുവിന്. മിന്നു മുട്ടുകുത്തി നിലത്തിരുന്ന് കരഞ്ഞു. നിനക്ക് വേണ്ടിയാണ് മിന്നു എന്റെ ഐശു എല്ലാവരോടും മറച്ചു വെച്ചത്. എന്താ അനുക്ക പറഞ്ഞത്? മിന്നു അനുവിനെ മിഴിച്ചു നോക്കി. മിന്നു മാത്രമല്ല, മുനീർ, സെറീന, റസാന്, നാജി, അങ്ങനെ എല്ലാവരും. എന്താ അനുക്ക? തെളിയിച്ചു പറ. എന്താ എന്റെ ഐശു എനിക്ക് വേണ്ടി എല്ലാം മറച്ചു വെച്ചത്? അനു പറഞ്ഞു തുടങ്ങി. അന്നൊരു രാത്രി ഇർഷാദ് വിളിച്ചു. ഐശുവിനെ പറ്റി പറഞ്ഞത് മുതല്, അവൻ ടൗണിൽ പോയതും ഐശുവിനെയും അവനെയും ഒരുമിച്ച് കണ്ടതു മുതല് ഇന്ന് ഡയറി വായിച്ചപ്പോൾ എല്ലാം അവളുടെ മിന്നുവിന് വേണ്ടി ചെയ്തത് വരെ എല്ലാവരും അനു പറയുന്നത് കേട്ട് വീഴ്ച നിന്നു. ഐശുമോളെ, ഐശു എന്തിനു വേണ്ടിയായിരുന്നു മോളെ നീ സ്വന്തം ജീവിതം മറന്ന് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തത്? മിന്നു പൊട്ടി കരഞ്ഞു. അപ്പോഴാണ് അനു അത് ശ്രദ്ധിച്ചത്. എന്റെ കുഞ്ഞ് സാബിറയുടെ കയ്യിൽ കുഞ്ഞ് സുഖമായി ഉറങ്ങുന്നു. അനു ഓടിപ്പോയി കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്തു. അനു ഉമ്മയുടെ മുഖത്ത് നോക്കി. മോനാണ്. അവന്റെ നോട്ടം എന്തിനാണെന്ന് മനസ്സിലായ പോലെ ഉമ്മ പറഞ്ഞു, ഉമ്മ, എന്താ പറ്റിയത് എന്റെ ഐശുവിന്? ഇനിയെങ്കിലും പറ ഉമ്മ, എന്നോട് പറ. ഡോക്ടർ പറഞ്ഞതൊക്കെ എല്ലാം ഉമ്മ അനുവിനോട് പറഞ്ഞു. യാ അല്ലാ, എന്റെ ഐശുവിന് നീ ഒന്നും വരുത്തല്ലേ. തിരിച്ചു തരണേ എന്റെ ഐശുവിനെ എനിക്ക് ജീവനോടെ. അപ്പോഴാണ് ഐശുവിന്റെ ഡോർ തുറന്നത്. അനു ഡോക്ടറുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഡോക്ടറെ, എന്റെ ഐശയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ അവളുടെ ഭർത്താവാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇനിയും ബോധം വന്നിട്ടില്ല. നന്നായി ദൈവത്തെ വിളിച്ചോളൂ. അനു ചെന്ന് പറഞ്ഞു. ഡോക്ടർ, എനിക്ക് എന്റെ ഐശുവിനെ എങ്ങനെയും തിരിച്ചു തരണം. എനിക്ക് അവളെ വേണം. നമ്മുടെ കുഞ്ഞിന് വേണം ഡോക്ടർ, ഉമ്മയെ. പ്ലീസ് ഡോക്ടർ, എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും പോവാം. എനിക്ക് എന്റെ ഐശുവിനെ വേണം ഡോക്ടർ. ആരുടെയും ജീവന് നമ്മുടെ കയ്യിലല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ശ്രമിക്കും. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യില്. പക്ഷേ ഐഷ ഈ അവസ്ഥയിലാവാൻ കാരണം ഗർഭകാലത്ത് അവളുടെ മാനസികാവസ്ഥയാണ്. മനസ്സിനെ അറ്റ മുറിവാണ്. നിങ്ങൾ അവളുടെ ഭർത്താവല്ലേ? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അവൾ അലട്ടിയ പ്രശ്നം എന്താണെന്ന്. നിങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു ഡോക്ടർ. പക്ഷേ സാരമില്ല, അവൾക്ക് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഞാനാണ് ഡോക്ടർ, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ. എന്റെ ഐശു ഈ അവസ്ഥയിലാവാൻ കാരണക്കാരൻ ഞാനാണ്. മോനെ, എന്റെ പൊന്നു മോനെ, ഈ ഉപ്പയെ വെറുക്കല്ലേ മോനെ. ഉമ്മാനെ എങ്ങനെ ആക്കിയ ഉപ്പാനെ എന്റെ മോന് വെറുക്കല്ലേ. അനു കുഞ്ഞിന്റെ ഇരു കവിളിലും മാറി മാറി മുത്തി. കണ്ടു നിന്നവരൊക്കെ കരഞ്ഞുപോയി. അനുക്കയല്ല, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി. ഞാൻ ആ ദുഷ്ടന്റെ ചതിയിൽപ്പെട്ടു പോയത് കൊണ്ടല്ലേ എന്നോട് പക വീട്ടാന്, എന്റെ കണ്ണീര് കാണാനല്ലേ ആ ദുഷ്ടൻ എന്റെ ഐശുവിനെ കരുവാക്കിയത്. പാവം എന്റെ ഐശു ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ഒറ്റക്ക് സഹിച്ചില്ലേ. പെട്ടെന്നാണ് എന്തോ ചിന്തിച്ചിട്ടെന്ന പോലെ റസാൻ മിന്നുവിന്റെ അടുത്ത് വന്നത്. മിന്നു, വാ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടെയാ? എനിക്ക് വയ്യ റസാൻ. വാ മിന്നു, വേഗം വരാം. എന്റെ ഐശുവിനെ ഈ അവസ്ഥയിലിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല റസാൻ. മിന്നു, എന്റെ പെങ്ങൾ ഈ അവസ്ഥയിലുള്ളപ്പോൾ എനിക്കും എവിടെയും പോവാൻ കഴിയില്ല. പക്ഷേ ഇത് പോവണം, പോയേ പറ്റൂ. മോനെ, എവിടേക്കാ? സുബൈർ അടുത്തു വന്ന് ചോദിച്ചു.
വേഗം വരാം ഉപ്പ, വന്നിട്ട് പറയാം എവിടെ പോയതാണെന്ന്. ഇൻഷാ അല്ലാഹ്. മിന്നു മെല്ലെ റസാന്റെ പിറകെ നടന്നു. നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവള്. റസാൻ അവളെ പിടിച്ച് കാറിൽ കയറ്റി. യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. മിന്നു തളർന്നു കിടന്നു. മിന്നു ടൗണിലെത്തിയപ്പോൾ അവന് വിളിച്ചു. എന്താ? അവന് സ്ഥിരം ഉണ്ടാവുന്ന സ്ഥലം എവിടെയാ? ആര്? അവന് ആ ഇർഷാദ്. റസാന്റെ ചോദ്യം കേട്ട് അവൾ നെട്ടി. എന്തിനാ ഇപ്പോ അവനുള്ള സ്ഥലത്ത് പോകുന്നത്? വേണം, പോവണം. എവിടെയാ? വേഗം പറ മിന്നു. ഇല്ല, വേണ്ട റസാൻ, എനിക്ക് കാണണ്ട ആ ദുഷ്ടനെ. പ്ലീസ് റസാൻ, നമുക്ക് തിരിച്ചു പോകാം. നീ എന്തിനാ മിന്നു പേടിക്കുന്നത്? ഞാനില്ല നിന്റെ കൂടെ. പറ എവിടെയാ? മിന്നു പറഞ്ഞ വഴിയിലൂടെ റസാൻ പോയി. എത്തി. റസാൻ ദാ അവിടെയാണ് അവന്റെ മെയിൻ സ്ഥലം. ഒരു ചെറിയ ഓഫീസിന് മുന്നിൽ വണ്ടി നിർത്തി. നീ ഇവിടെ ഇരിക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. അവിടെ കയറിയപ്പോൾ കുറച്ചു പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാ ഇർഷാദ്? ആ, എന്താ? ഞാനാണ്. ഓ, താങ്കളായിരുന്നോ? ആ, ഞാൻ തന്നെ. നിങ്ങൾ ആരാ? ആ, പറയാം, ഇപ്പൊ വരാട്ടോ, വന്നിട്ട് പറയാം. റസാൻ വണ്ടിയുടെ അടുത്ത് പോയി. വാ, ഇറങ്ങു മിന്നു. അവൻ മിന്നുവിന്റെ കൈ പിടിച്ച് അവിടെ കയറി. ഇവളെ അറിയുമോ? ഇർഷാദ് ഞെട്ടിപ്പോയി. അതെ, മിൻഹ തന്നെ. ഈ മിൻഹയുടെ ഭർത്താവാണ് ഞാൻ. പിന്നെ നിനക്കറിയുന്ന ഒരാളും കൂടിയില്ലേ, ഐഷ? അവളുടെ മൂത്താപ്പയുടെ മകനാണ് ഞാൻ, അവളുടെ ആങ്ങള. എന്തൊക്കെയുണ്ട് ഇർഷാദ്, സുഖം തന്നെയല്ലേ? ആ, പിന്നെ നല്ല സന്തോഷ വാർത്തകളുണ്ട്. അത് നിന്നെ നേരിട്ട് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ വന്നത്. നീ നടത്തിയ പ്ലാനിങ് ഒക്കെ നന്നായി വിജയിച്ചു കേട്ടോ. നീ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നന്നായി വിജയിച്ചു. ഇർഷാദ് ഒന്നും മനസ്സിലാവാതെ റസാനെ തന്നെ നോക്കി. അവന്റെ കൂടെയുള്ളവരും. നീ ഇവളോടുള്ള ദേഷ്യത്തിന് ഇവള് കരയാൻ വേണ്ടി അവളുടെ ജീവിതം കൊണ്ട് കളിച്ചു. കളിയിൽ നീ വിജയിച്ചു ഇർഷാദ്. സന്തോഷിക്ക്, നീ നന്നായി സന്തോഷിക്ക്. കാരണം ഇവള് മാത്രമല്ല കരയുന്നത്, ഞങ്ങളുടെ കുടുംബം മൊത്തം കരച്ചില്ല. പക്ഷേ അവളുടെ മിന്നു കരയാതിരിക്കാൻ വേണ്ടി, അവൾ സന്തോഷിക്കാൻ വേണ്ടി, മറ്റാരും കരയാതിരിക്കാൻ വേണ്ടി എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ചു ജീവിച്ച ഒരു പാവമുണ്ട്, എന്റെ പെങ്ങള്. അവൾ അറിയുന്നില്ല എല്ലാവരും അവൾക്ക് വേണ്ടി ഇന്ന് കരയുന്നത്. നിനക്ക് കാണണോ? വാ, AKG ഹോസ്പിറ്റലിലെ ഐസുവിന്റെ മുന്നിൽ പോയാൽ കാണാം. ജീവൻ തിരിച്ചു കിട്ടുമോ എന്നറിയാതെ മരണക്കിടക്കൽ കിടക്കുന്ന ആ പാവത്തിന് 2 ദിവസം മാത്രം പ്രായമുള്ള ഒരു ചോര പൈതലുണ്ട്. അമ്മിഞ്ഞപ്പാല് കിട്ടാതെ വിശന്ന് കരയുന്നു. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ഭർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഗർഭകാലത്ത് ഒരിറ്റ് സ്നേഹം കൊടുക്കാൻ കഴിയാതെ വേദനകൾ മാത്രം നൽകിയതിൽ മനം നൊന്ത് ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു ഭർത്താവ് ഉണ്ട് അവിടെ. ജീവച്ചവം പോലെ കിടക്കുന്ന മകളെ ഓർത്ത് പുറത്തിരിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട് അവിടെ. പിന്നെ ഏറ്റവും കൂടുതൽ കരയണമെന്ന് നീ ആഗ്രഹിച്ച ഇവളും കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണീരല്ല വരുന്നത്, ചോരയാണ്. പോരെ ഇർഷാദ്, നിനക്ക് സന്തോഷിക്കാൻ ഇത്രയൊക്കെ പോരെ? ഇനി നേരിട്ട് കണ്ടിട്ട് സന്തോഷിക്കണമെങ്കിൽ വാ, ഹോസ്പിറ്റലിൽ വാ. ആരും നിന്നെ തടയില്ല. കൂടെ ഇവരെയൊക്കെ കൂട്ടിക്കോ, എല്ലാവരും സന്തോഷിക്കും. എന്നാ ഞങ്ങൾ പോട്ടെ ഇർഷാദ്. ഇതൊക്കെ നിന്നെ അറിയിക്കാൻ വന്നതാ. കാരണം ഇതൊന്നും നീ അറിഞ്ഞില്ലെങ്കിൽ നീ കളിച്ചതൊക്കെ വെറുതെ ആവില്ലേ. വാ മിന്നു, പോകാം. 1 മിനിറ്റ് റസാൻ. മിന്നു ഇർഷാദ് നേരെ തിരിഞ്ഞു. തനിക്ക് ഇത്രയും ദേഷ്യം എന്നോടുണ്ടായിരുന്നെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കൊല്ലാമായിരുന്നില്ലേ? എന്തിനാ ആ പാവത്തിനോട്, എന്തിനാ എന്റെ ഐശുവിനോട് ഇത് ചെയ്തത്? ഒരു പാവമായിരുന്നില്ല എന്റെ ഐശു. അവളല്ലല്ലോ, ഞാനല്ലേ നിന്നെ ചതിച്ചത്. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മിന്നു. എടോ, ഈ കണ്ണീരിന്റെ വില നിനക്കൊക്കെ അറിയണമെങ്കിൽ പോയി ഉമ്മയെയും പെങ്ങളെയും സ്നേഹിച്ചു നോക്ക്. പോയൊരു പെണ്ണ് കെട്ടി ജീവിച്ചു നോക്ക്. അപ്പൊ അറിയും ഇവള് കരയുന്ന കണ്ണീരിന്റെ വില. വാ മാളെ, പോകാം. റസാ മിന്നുവിനെയും കൂട്ടി കാറിൽ കയറി. ഹോസ്പിറ്റലിൽ കയറുമ്പോൾ 2 പേർക്കും നെഞ്ചിടിപ്പായിരുന്നു. എന്തായിട്ടുണ്ടാകും ഐശുവിന്റെ അവസ്ഥ? ഉമ്മ എന്തായി? മിന്നു വേഗം സാബിറയുടെ അടുത്ത് പോയി ചോദിച്ചു. ഒന്നും അറിയില്ല മോളെ, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ പോയത്? ഉപ്പയുടെ ചോദ്യം കേട്ട് മിന്നു റസാനെ നോക്കി. അവനെ കാണാനാ ഉപ്പ. എന്റെ ഐശുവിനെ ഈ അവസ്ഥയിലാക്കിയ അവനെ, ആ ഇർഷാദിനെ കാണാൻ. എന്തിനാ മക്കളെ ഇപ്പോ ഈ സമയത്ത് നിങ്ങൾ അവിടെ പോയത്? അറിയില്ല ഉപ്പ. അവളുള്ളിൽ ഈ കിടത്തം കിടക്കുമ്പോൾ അതിന് കാരണക്കാരനായ ആ അവനെ കണ്ടിട്ട് 2 പറയാമെന്ന് തോന്നി, അങ്ങനെയാ പോയത്.
ഐസിയുവിന്റെ ഡോർ തുറക്കുന്ന കണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. ഡോക്ടർ അനു അങ്ങോട്ട് ഓടി. ഡോക്ടർ, എന്റെ ഐസിന് എങ്ങനെയുണ്ട് പറ. ഡോക്ടർ എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല. ഇതുവരെ ഒരു അനക്കവുമില്ല. ഡോക്ടർ, ഞാനൊന്ന് കണ്ടോട്ടെ അവളെ, ഞാനൊന്ന് വിളിച്ചു നോക്കിക്കോട്ടെ. ഞാൻ വിളിച്ചാൽ അവൾ കണ്ണു തുറക്കും. ഡോക്ടർ പ്ലീസ്. ഡോക്ടർ, ഞാനൊന്ന് കണ്ടോട്ടെ എന്റെ ഐശുവിനെ. ശരി, കയറിക്കോളൂ. അധിക സമയം അവിടെ നിൽക്കരുത്, വേഗം ഇറങ്ങണം. ശരി ഡോക്ടർ. അനു ഐസിയുവിന്റെ ഡോർ തുറക്കുന്നു. വിറക്കുന്ന കാലുകളോടെ അകത്തേക്ക് കയറി. അവന് ചുറ്റും നോക്കി. എവിടെ എന്റെ പ്രിയപ്പെട്ടവള്? എവിടെ എന്റെ ജീവന്റെ പാതി? ഈ അനുക്കയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് അത് കിട്ടാതെ നേറി കഴിഞ്ഞ് അവസാനം ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ തളർന്നുറങ്ങുന്ന എന്റെ എല്ലാമായവൾ. അതാ അവള്, ഐശു. അവളെ കിടത്തം കണ്ടപ്പോൾ അവന് നെഞ്ചു പൊട്ടിപ്പോയി. പതിയെ അവളടുത്തു പോയി ഐശു, ഐശു മോളെ എന്ന് വിളിച്ചു. വിതുമ്പുന്ന ചുണ്ടുകളോടെ വിളിച്ചു. മോളെ, നിന്റെ അനുക്കയാ വിളിക്കുന്നത്. കണ്ണു തുറക്കും മോളെ. നമ്മുടെ മോന് വിശന്നിട്ട് കരയുന്നു ഐശു. നിനക്ക് എങ്ങനെ കഴിയുന്നു ഐശു? മോന് കരയുമ്പോ ഇങ്ങനെ കിടക്കാന് നിനക്ക് എന്നോട് പിണക്കാണോ ഐശു? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. നിന്നെ ഞാൻ സംശയിച്ചു പോയല്ലോ മോളെ. നീ ഒന്ന് കണ്ണു തുറക്ക ഐശു, ഇല്ലെങ്കിൽ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും മോളെ. പെട്ടെന്നാണ് ചുമലിൽ ആരോ കൈവച്ചത്. ഡോക്ടർ, ഡോക്ടർ, എന്റെ ഐശു കണ്ണു തുറക്കുന്നില്ല ഡോക്ടർ. നമുക്ക് നോക്കാം. അനു, ടെൻഷൻ ആവണ്ട. ഡോക്ടർ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം അവളെ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ അവളെ? എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല അനു. കഴിയുന്നത് പോലെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തിരുന്നോളൂ, ഇവിടെ അധികം സമയം നിൽക്കാൻ പറ്റില്ല. ശരി ഡോക്ടർ. അനു പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഓടി അടുത്തു വന്നു. എങ്ങനെയുണ്ട് മോനെ ഐശുമോൾക്ക്? എന്താവാൻ, അവൾ എന്നോട് പിണക്കത്തിൽ തന്നെയാ. കണ്ണു തുറക്കുന്നില്ല അവള്. എന്തിനാ അവളിങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത്? അവൻ ഉമ്മയുടെ മടിയിൽ തല വെച്ച് പൊട്ടി കരഞ്ഞു. ഉമ്മ, എന്താ മോനെ? ഉമ്മ അന്ന് പറഞ്ഞതുപോലെ ഞാൻ ശരിക്കൊരു ക്രൂരനാണല്ലേ ഉമ്മ? അല്ല മോനെ, അല്ല. എന്റെ മോന് പാവാണ്. മോനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്റെ മുത്തുമോള് ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഉമ്മ, എന്റെ ഐശുവിന് എന്തെങ്കിലും സംഭവിച്ചാല് പിന്നെ ഞാനും ഉണ്ടാവില്ല ഉമ്മ. ഞാനും മോനും പോകും അവളുടെ കൂടെ തന്നെ. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ മോൾക്കൊന്നും സംഭവിക്കില്ല. പഴയ ചിരിയും കളിയുമായി എന്റെ മോളുണ്ടാവും നമ്മുടെ വീട്ടില്. അല്ലാ, എന്റെ മോള്. പെട്ടെന്ന് സാബറയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോൾ മിന്നു വീണ് കിടക്കുന്നതാണ് കണ്ടത്. എല്ലാവരും അങ്ങോട്ട് ഓടി. റസാന് വേഗം അവളെ എടുത്ത് ഡോക്ടറിന്റെ റൂമിലേക്ക് പോയി. സുബൈറും താങ്ങി അവളെ. ഓരോ പരീക്ഷണങ്ങളാണല്ലോ റബ്ബേ. സെറീന കരച്ചിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടർ, മിൻഹക്ക് പേടിക്കാനൊന്നുമില്ല, സന്തോഷ വാർത്തയാണ്. അവള് പ്രഗ്നന്റ് ആണ്. അൽഹംദുലില്ലാഹ്. എല്ലാവരുടെ മുഖത്ത് സന്തോഷമുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മിന്നു പുറത്തേക്ക് വന്നു. റസാൻ അവളെ ചിരിയോടെ നോക്കി. പക്ഷേ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ല. റസാൻ, എന്റെ ഐശു ഇതറിഞ്ഞാല് ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. അതിനെന്താ മിന്നു, അവൾ അറിയുമല്ലോ. അവൾക്ക് സുഖപ്പെട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. സിസ്റ്റർ ഐഷയ്ക്ക് ഇഞ്ചക്ഷൻ വെക്കാന് അവളുടെ അടുത്ത് പോയി. പെട്ടെന്ന് എന്തൊരു സംശയം തോന്നിട്ട് അവളെ തന്നെ നോക്കി. സിസ്റ്റർക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വീണ്ടും നോക്കി. എനിക്ക് തോന്നുന്നതാണോ? അല്ല, അല്ല, എനിക്ക് തോന്നുന്നല്ല, ഉറപ്പാണ്. സിസ്റ്റർ വേഗം ഡോക്ടറെ വിളിക്കാൻ ഓടി. സിസ്റ്റർ ഓടിപ്പോകുന്നതും തിരിച്ച് ഡോക്ടറെ കൂടെ തിരക്കിട്ട് വരുന്നതും പുറത്തുള്ളവർ കാണുന്നുണ്ടായിരുന്നു. എന്താ ഡോക്ടർ, എന്താ? അനു ഡോക്ടറെ എന്ന് വിളിച്ചു വന്നെങ്കിലും അതൊന്നും കേൾക്കാതെ ഡോക്ടർ ഉള്ളിലേക്ക് പോയി. ഡോക്ടർ വേഗം അവളുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ അവളെ പരിശോധിച്ചു. സാർ, ഞാൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഓക്കെ. പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വേഗം പുറത്തേക്ക് വന്നു. നിങ്ങളെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടു. ഐഷയില് ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. സത്യമാണോ ഡോക്ടർ? ഞാൻ കണ്ടോട്ടെ ഡോക്ടർ എന്റെ ഐശുവിനെ. ആയിട്ടില്ലാനോ? നമുക്ക് നോക്കാം. ചെറിയൊരു മാറ്റം മാത്രമേ കാണുന്നുള്ളൂ. പ്ലീസ് ഡോക്ടർ, ഞാൻ നമ്മുടെ മോനെ എടുത്തിട്ട് ഒന്ന് പോയിക്കോട്ടെ. മോനെ കണ്ടാൽ ചിലപ്പോൾ അവൾ കണ്ണു തുറക്കും. ഓക്കെ, കുഞ്ഞിനെയും എടുത്ത് വന്നോളൂ. ഡോക്ടർ ഉള്ളിലേക്ക് പോയി. അനു കുഞ്ഞിനെയും എടുത്ത് ഉള്ളിലേക്ക് പോയി.
ഐഷു, ഐഷു, ദേ നോക്ക്, നമ്മുടെ കുഞ്ഞിതാ. നീ കണ്ടില്ലല്ലോ നമ്മുടെ മോനെ? കണ്ണു തുറക്ക ഐഷു. കുഞ്ഞ് നിർത്താതെ കരഞ്ഞു. അനു, ഇനി പുറത്തിറങ്ങിക്കോളൂ, നമുക്ക് നോക്കാം. എന്തായാലും ചെറിയൊരു പ്രതീക്ഷ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ അനു പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെ പോലെ പുറത്തിറങ്ങാൻ നോക്കി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, ഡോക്ടർ, നോക്ക് ഡോക്ടർ, ഐഷു കൈ അനക്കുന്നു. കൈ അനക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ. ഐഷു, കണ്ണു തുറക്ക്, പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട് മോളെ. ഞാൻ ഇനി നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ മാത്രമല്ല, നമ്മുടെ മോനുണ്ടാകും. അനു കണ്ടു അവൾ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ, എന്റെ ഐഷു കണ്ണു തുറക്കുന്നുണ്ട് ഡോക്ടർ. അൽഹംദുലില്ലാ. ഐഷ മെല്ലെ കണ്ണുകൾ തുറന്നു അനുവിനെ തന്നെ നോക്കി. ഐഷു, ഇത് ഞാനാണ് ഐഷു, ഇത് ഞാനാണ് മോളെ, നിന്റെ അനുക്ക. നീ നമ്മയൊക്കെ പേടിപ്പിച്ചല്ലോ ഐഷു. നീ മോനെ കണ്ടില്ലല്ലോ, ദാ മോനിതാ. ഐഷു മെല്ലെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി, കുഞ്ഞിനെ തന്നെ നോക്കി. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട് ഐഷു. പുറത്ത് ഉമ്മ, ഉപ്പ, മിന്നു, അങ്ങനെ എല്ലാവരും. അനു, ഇനി പുറത്തിരുന്നോളൂ. അവളുടെ ബോധം വന്നു എന്നേ ഉള്ളൂ. ആരെയും മനസ്സിലാവാനൊന്നും ആയിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും. സാരമില്ല ഡോക്ടർ, എത്ര സമയമെടുത്താലും സാരമില്ല. എന്റെ ഐഷുവിന്റെ ജീവനെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അനു വലിയ സന്തോഷത്തോടെ ഒന്നുകൂടെ ഐഷയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. ഉമ്മ, ഐഷു കണ്ണു തുറന്നു, എന്നെയും കുഞ്ഞിനെയും നോക്കി. അൽഹംദുലില്ലാ. മിന്നു ഓടി അനുവിന്റെ അടുത്തേക്ക് വന്നു. അനുക്ക, എന്താ പറഞ്ഞ എന്റെ ഐഷു? എന്നെ ചോദിച്ചോ അവള്? ഇല്ല മിന്നു, അവള് കണ്ണു തുറന്നു നോക്കിയിട്ടേ ഉള്ളൂ, ഒന്നും സംസാരിച്ചില്ല. അവളിങ്ങ് പുറത്ത് ഇറങ്ങട്ടെ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആരോടും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ഒറ്റക്ക് സഹിച്ചില്ല അവള്. മിന്നുന്റെ ഫോൺ റിങ്ങായി. നാജി, ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എങ്ങനെയുണ്ട് മിന്നു? ഐഷുവിന് എന്തായി? അല്ലാ, നിന്നെ വിളിക്കാൻ മറന്നു നാജി. അൽഹംദുലില്ലാ, നമ്മുടെ ഐഷു കണ്ണു തുറന്നു നാജി. ആണോ? അൽഹംദുലില്ലാ. മിന്നു, ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് കാണണം എന്റെ ഐഷുവിനെ. നീ തിരക്കിട്ട് വരണ്ട നാജി, ഇപ്പൊ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമ്പോൾ നീ വിളിക്കിട്ടോ, ഞാൻ വേഗം വരാം. ആ, ഇൻഷാ അല്ലാ. പിന്നെ നാജി, ഒരു വിശേഷമുണ്ട് പറയാന്. എന്താ മിന്നു? പറ വേഗം. ഞാന് പ്രഗ്നന്റ് ആണ്. ആണോ? അൽഹംദുലില്ലാ. എന്നാ ശരി നാജി, ഞാൻ വിളിക്കാം ഇൻഷാ അല്ലാ. പെട്ടെന്ന് സിസ്റ്റർ പുറത്തു വന്നു. ഐഷ, അനുവിന്റെ പേര് വിളിക്കുന്നുണ്ട്, വന്നു കണ്ടോളൂ. അനു കേൾക്കേണ്ട താമസം ഉള്ളിലേക്ക് ഓടി. ഐഷു, എന്താ മോളെ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഐഷു അവനെ തന്നെ നോക്കി. അവളെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. വേണ്ട ഐഷു, കരയല്ലേ, എന്തിനാ കരയുന്നത്? അനുക്ക, ആ, എന്താ ഐഷു? എനിക്കെന്താ പറ്റിയത്? നിനക്കൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് ബ്ലഡ് പോയത് കൊണ്ട് ബോധം പോയതാ. എല്ലാവരെയും പേടിപ്പിച്ചു നീ. ഇക്കാക്കാക്ക് എന്നോട് ദേഷ്യമല്ലേ? ഇല്ല മോളെ, ഇല്ല, എനിക്കൊരു ദേഷ്യവുമില്ല നിന്നോട്. നിങ്ങൾ ഐഷയെ അധികം സംസാരിപ്പിക്കണ്ട, സാറ് കണ്ടാൽ പറയും. ആ ശരി സിസ്റ്റർ. അനുക്ക, നമ്മുടെ കുഞ്ഞ്? ഐഷ കുഞ്ഞിനെ ചോദിച്ചു. കുഞ്ഞ് പുറത്തുണ്ട് ഐഷു. സിസ്റ്റർ കണ്ടാൽ പറയും, ഞാൻ പുറത്തിറങ്ങട്ടെ ഐഷു? എല്ലാവരും നല്ല സന്തോഷത്തിലാണിപ്പോൾ. ഐഷയുടെ മാറ്റം എല്ലാവരെയും ഒരുപാട് സന്തോഷിപ്പിച്ചു. ഐഷക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. നാളെ രാവിലെ റൂമിലേക്ക് മാറ്റാം. ഡോക്ടർ വന്ന് അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന് അതിലില്ലായിരുന്നു. രാവിലെ ആയപ്പോൾ ഐഷയെ റൂമിലേക്ക് മാറ്റി. അവൾ കുഞ്ഞിനെ വാരി പുണർന്നു. ഉമ്മയുടെ പൊന്നു മോന്. ഐഷ തേങ്ങി. പിന്നീട് അങ്ങോട്ട് സന്തോഷ ദിവസങ്ങളായിരുന്നു. കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിട്ടു. ഐഷ ഡിസ്ചാർജ് ആയപ്പോൾ അനുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അനു വാശി പിടിച്ചു. സെറീന അനുവിന്റെ ഉമ്മയോട് കരയും പോലെ പറഞ്ഞു, കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ വിടുമോ? എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ. മോനെ, ഐഷു ഇപ്പൊ അവരുടെ കൂടെ പോയിക്കോട്ടെ. പ്രസവിച്ച പെണ്ണ് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. കുറച്ചു ദിവസം കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടാമല്ലോ. എനിക്കും ഐഷമോളെ കാണാതിരിക്കാൻ പറ്റില്ല മോനെ. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അനു മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു. ഐഷയും മോനെയും അവിടെ വീട്ടിലാക്കി വരുമ്പോൾ അനുവിന് വല്ലാത്ത സങ്കടം തോന്നി. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. അനു ഇടയ്ക്കിടയ്ക്ക്
ഐശുവിനെയും മോനെയും കാണാൻ വന്നിരുന്നു. മിന്നു മിന്നു ഐശുവിന്റെ കൂടെ തന്നെ ആയിരുന്നു. മുഹമ്മദ് അവളുടെ കയ്യിൽ തന്നെയാണ് അധികവും. ഡീ മിന്നു, നീ പോകുന്നില്ലേ? റസാന്റെ വീട്ടിലേക്ക് കുറെ ആയില്ലേ മോളെ വന്നിട്ട്. റസാന് സങ്കടാവുന്നുണ്ടാവില്ലേ നീ ഇല്ലാതെ? നിന്റെ കൂടെ ഇപ്പോഴല്ല ഐശു നിൽക്കാൻ പറ്റൂ. അനുക്കയുടെ വീട്ടിൽ പോയാല് പിന്നെ ഇപ്പോഴൊന്നും നീ വരില്ലല്ലോ. എന്നാലും അവനെ സങ്കടപ്പെടുത്തിയിട്ട് സാരമില്ല ഐശു, ഈ സമയം ആയോണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് റസാന്റെ ഉമ്മയും പറഞ്ഞു. ഐശു, നാജി എന്തിനാ വിളിച്ചത്? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. അവിടെ വീട്ടിൽ വന്നാല് എവിടെ വരാമെന്ന് പറഞ്ഞു. ഇന്ന് അനു ഒരുപാട് സന്തോഷത്തിലാണ്. ഐഷയും മോനും ഇന്നാണ് വരുന്നത്. അവൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. തൊട്ടില് വാങ്ങി, കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. അനുവിന്റെ സന്തോഷം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഉമ്മയുടെ കണ്ണു നിറഞ്ഞു. യാ അല്ലാ, ഇനി എന്റെ മോന് സങ്കടം കൊടുക്കരുതേ. മരണം വരെ എന്റെ മക്കൾക്ക് ഈ സന്തോഷം നിലനിർത്തണേ. ഐശു രാവിലെ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. മനസ്സ് നിറയെ സന്തോഷമാണ്. കുറെ കാലത്തിന് ശേഷമാണ് ആ വീട്ടില് അനുക്കയും മൊത്ത് സന്തോഷത്തോടെ നിൽക്കാൻ പോകുന്നത്. ഇനി ഒരിക്കലും ഈ സന്തോഷം തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയതാ. അൽഹംദുലില്ലാഹ്, എല്ലാം സ്വലാത്ത് ചൊല്ലിയതിന്റെ അത്ഭുതമാണ്. ഐശു വേഗം ഇറങ്ങി. ഉമ്മയും ഉപ്പയുമാണ് കൂടെ വരുന്നത്. മിന്നുവിനോടും സാബിറയോടും സുബൈറിനോടുമൊക്കെ യാത്ര പറഞ്ഞു അവരിറങ്ങി. ഐഷ പോകുന്നതിന് മാത്രമല്ല, ഐഷയുടെ കുഞ്ഞ് മുഹമ്മദ് മോന് കൂടി പോകുന്നതിൽ മിന്നുവിന് സങ്കടം വന്നു. അങ്ങനെ അനുക്കയുടെ വീട്ടിലെത്തി. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ അനു വേഗം താഴേക്ക് ഇറങ്ങി വന്നു. അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എന്റെ പൊന്നു മോനു, ഐഷയും വീട്ടിൽ വന്നിരിക്കുന്നു. അനുവിന്റെ ഉമ്മ വേഗം കുഞ്ഞിനെ വാങ്ങി. കുറച്ചായി ഒച്ചപ്പാടും പാടും ഒന്നും ഇല്ലാതിരുന്ന വീട് ഇന്ന് ചിരിയും സംസാരവും കുഞ്ഞിന്റെ കരച്ചിലുമൊക്കെയായി സന്തോഷം നിറഞ്ഞു നിന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് മുനീറും സറീനയും തിരിച്ചുപോയി. പിന്നീട് ആ വീട്ടില് സന്തോഷ ദിനങ്ങളായിരുന്നു. മോന് വയറ്റിലുള്ളപ്പോൾ കൊടുക്കാൻ കഴിയാതിരുന്ന സ്നേഹം മുഴുവൻ ഇപ്പോ ഐഷുവിനും മോനും കൊടുക്കാൻ അനു മത്സരിച്ചു. ഈ ഐഷു, എന്തേ? ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്താലോ? എന്തിനാ അനുക്ക ഇപ്പൊ ലീവ് എടുക്കുന്നത്? ഒന്നുമില്ലടി, എനിക്ക് മോനെ വിട്ടു പോകാൻ തോന്നുന്നില്ല. ക്ലാസ് എടുക്കുമ്പോഴൊക്കെ മോന്റെ ചിരിയാ മനസ്സിൽ. ഓ, എന്നാലേ സാർ അങ്ങനെ ഇപ്പൊ ലീവ് എടുക്കണ്ട, മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ. സാറ് നിന്റെ ഐഷു പൊട്ടിച്ചിരിച്ചു. പോണമെങ്കിൽ ഇപ്പൊ പോയി തരാം. ഉപ്പാനെ വിളിച്ചാല് പെട്ടെന്ന് വരും. ആ, നീ പോകുന്നെങ്കിൽ പോയിക്കോ, എന്റെ മോനെ എടുക്കണ്ട. ഞാൻ ഇവിടുന്ന് പോവാൻ ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായല്ലോ. വേണ്ട ഐഷു, ഇനി അതൊന്നും ഓർമ്മപ്പെടുത്തണ്ട. ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുക. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങൾ അതൊക്കെ. ഇക്ക, എന്താടി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കടി. അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്നത് വരെ ഇക്കാക്ക് എന്നോട് വെറുപ്പ് തന്നെ ആയിരുന്നില്ലേ? പിന്നീട് എപ്പോഴാണ് എന്നോട് ദേഷ്യം മാറിയത്? ഞാൻ ബോധമില്ലാതെ കിടന്നപ്പോൾ ഇനി തിരിച്ചു വരില്ല എന്ന സഹതാപത്തിൽ മാറിയതാണോ എന്നോടുള്ള പിണക്കം? അല്ല ഐഷു, അല്ല. അന്ന് നിന്നെ ഹോസ്പിറ്റലാക്കി ഞാൻ വേഗം തിരിച്ചു വന്നു. വരുമ്പോൾ ഉമ്മ എന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഇനി എന്നെ കാണണ്ട, ഞാൻ ക്രൂരനാണെന്നൊക്കെ. ഞാൻ അതൊന്നും കേട്ട പാവം പോലും ഇല്ലാതെ വീട്ടിലേക്ക് വന്നു. യാ അല്ലാ, എന്തൊരു മനസ്സാ എന്റെ. അല്ല ഐഷു, സാരമില്ല ഇക്ക, സത്യം അറിയാത്തത് കൊണ്ടല്ലേ. എന്നിട്ട് ബാക്കി പറ. വീട്ടിൽ വന്നിട്ട് നന്നായി ഉറങ്ങി. എണീറ്റപ്പോൾ എന്തോ നിന്റെ ഓർമ്മ മനസ്സിനെ അലട്ടി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു നാള് നിന്റെ മനസ്സ് കാണാൻ കാരണക്കാരനായ നിന്റെ മനസ്സാകുന്ന ഡയറിയുടെ കാര്യം ഓർമ്മ വന്നത്. അത് വായിച്ചപ്പോഴാണ് ഐഷു, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. ശരിക്കും എന്റെ ഐഷുവിനെ മനസ്സിലാക്കാൻ എനിക്ക് ആ ഡയറിയുടെ ആവശ്യം വേണ്ടി വന്നു. നിനക്കിപ്പോ തോന്നുന്നുണ്ടോ ഐഷു എന്റെ കള്ള സ്നേഹമായിരുന്നെന്ന്? ഇല്ല ഇക്ക, ഇല്ല, ഒരിക്കലുമില്ല. നീ എന്നോട് കരഞ്ഞു പറഞ്ഞില്ലേ നീ പറയുന്നത് ഒന്ന് കേൾക്കാൻ വേണ്ടി? എന്നിട്ടും ഞാൻ നിന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ലല്ലോ. നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാനൊന്ന് ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അല്ല ഐഷു? അല്ല ഇക്ക, എന്റെ അടുത്തും ഇല്ല തെറ്റ്. ഞാനും തെറ്റുകാരിയല്ലേ? എനിക്കറിയാം അവന് ചതിയനാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നിട്ടും ഞാന് അവനൊരു കെണി ഒരുക്കിയപ്പോൾ
അത് ആരോടും പറയാതെ എല്ലാവരിൽ നിന്നും ഒളിച്ചു വെച്ചത് ഞാൻ ചെയ്ത് തെറ്റല്ലേ? ഇക്കായോടോ നാജിയോടോ ആരോടെങ്കിലും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. സാരമില്ല ഐഷു, ഇപ്പോഴെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ റബ്ബ് തെളിയിച്ചു തന്നില്ലേ? അൽഹംദുലില്ലാഹ്. ദേ ഐഷു, മോൻ എണീറ്റു കരയുന്നു. നീ പോയി മോനെടുക്ക്. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുകൊണ്ടിരുന്നു. നാജി പ്രസവിച്ചു. ഒരു മോനെ കിട്ടി. മിന്നുവിനും ഒരു മോളെയും. അനുക്ക, എന്താ ഐഷു? ഉമ്മ വിളിച്ചിരുന്നു ഇന്ന്. എല്ലാവരും കൂടി തീരുമാനിച്ച് വീട്ടിലൊരു കുടുംബസംഗമം വെച്ചിരിക്കുന്നു അടുത്ത ഞായറാഴ്ച. കുടുംബക്കാരൊക്കെ കൂടി നല്ല രസമായിരിക്കും അല്ലേ അനുക്ക? ആ നല്ല രസമായിരിക്കും. ഇനി അതും പറഞ്ഞ് കുറെ ദിവസം അവിടെ പോയി നിൽക്കട്ടെ എന്നൊന്നും ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഐഷു ചിരിച്ചു. അത് പിന്നെ 2 ദിവസം പിന്നെ പോണ്ട ഇക്ക. നീ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഐഷു വീണ്ടും ചിരിച്ചു. ചിരിക്കാതെ പോടി അവിടുന്ന്. മുനീർ വിളിച്ചു. അനുവിനെയും ഉമ്മാനെയൊക്കെ ക്ഷണിച്ചു. ഐഷു നാജിയെ വിളിച്ചു അവളോട് വരാൻ പറഞ്ഞു. 2 ദിവസം മുമ്പേ അനു ഐഷുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടു. മറ്റന്നാൾ തിരിച്ചു പോകുമ്പോൾ എന്റെ കൂടെ വന്നേക്കണം. പോകാനിറങ്ങുമ്പോൾ അനുക്ക ആരും കേൾക്കാതെ പറഞ്ഞു, ഇന്നാണ് പരിപാടി. കുടുംബക്കാരൊക്കെ രാവിലെ മുതൽ വന്നു തുടങ്ങി. ഐഷുവിനെ കാണഞ്ഞിട്ട് മിന്നു അവളുടെ റൂമിൽ വന്നു. എന്താ ഐഷു, എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ലടി, അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നമില്ല. ഞാന് നമ്മുടെ ഉപ്പൂപ്പയെ ഓർത്തു പോയതാ. ഉപ്പൂപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. നമ്മുടെ ഈ സ്നേഹവും നമ്മുടെ മക്കളും ഒക്കെ. എന്റെ ഉപ്പൂപ്പയെ ഓർക്കാത്ത ഒരു ദിവസവും ഇല്ല മിന്നു എന്റെ ജീവിതത്തില്. പക്ഷേ ഇന്നെന്തോ വല്ലാത്ത സങ്കടം പോലെ. ഐഷു, നീ എന്തിനാ സങ്കടപ്പെടുന്ന മോളെ? ഉപ്പൂപ്പ ജീവിച്ചിരിക്കുമ്പോൾ നീ സ്നേഹം കൊടുത്തിരുന്നു എന്നോർത്ത്, നീ ഉപ്പൂപ്പയുടെ കൂടെ തന്നെ ആയിരുന്നു എന്നോർത്ത് നിനക്ക് സമാധാനിക്കാലോ. പക്ഷെ ഞാനും ഐഷു ഒരിറ്റ് സ്നേഹം കൊടുത്തില്ലല്ലോ എന്റെ ഉപ്പൂപ്പാക്ക്. സാരമില്ല മിന്നു, നീ സങ്കടപ്പെടണ്ട. ഉപ്പൂപ്പാക്ക് അതൊന്നും പ്രശ്നമില്ല. നിന്നെ ഒരുപാട് ഇഷ്ടായിരുന്നു ഉപ്പൂപ്പാക്ക്. എന്താ രണ്ടാളുടെ ചർച്ച? ഒന്നുമില്ല ഉമ്മ. എല്ലാവരും എത്തിയോ ഉമ്മ? വന്നുകൊണ്ടിരിക്കുന്നു ഐഷു. വാ മിന്നു, നമുക്ക് താഴെ പോകാം. ഉച്ച ആവുമ്പോഴേക്കും എല്ലാവരും എത്തി. നല്ല രസമായിരുന്നു പരിപാടി. എല്ലാവരും ചിരിയും കളിയുമായി ഒരുപാട് സന്തോഷിച്ചു. വൈകുന്നേരം ആയപ്പോൾ വന്നവരൊക്കെ പോയി തുടങ്ങി. അവിടെയുള്ളവരും നാജിയും ഒക്കെ മാത്രമായി. അവരൊക്കെ പുറത്തിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ് വന്നു നിന്നത്. എല്ലാവരും അങ്ങോട്ട് നോക്കി. കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് ഐഷു, മിന്നു, അനു, റസാനൊക്കെ ഞെട്ടി. എല്ലാവരുടെയും മുഖത്ത് ചിരി മാഞ്ഞു. ഇർഷാദ്, റസാന് അവന്റെ അടുത്തേക്ക് ഓടി. എന്തിനാടാ നീ വീണ്ടും വന്നത്? നമ്മുടെ കുടുംബം സന്തോഷിക്കുന്നത് വീണ്ടും തകർക്കാനാണോ? പറയാടാ. റസാൻ അവന്റെ നേരെ കൈ ചൂണ്ടി. അനു ദേഷ്യം കൊണ്ട് കൈ ഞെരിച്ചു. അല്ല, ഞാൻ ആരുടെയും ജീവിതം തകർക്കാൻ വന്നതല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം പ്ലീസ്. എന്താ നിനക്ക് പറയാനുള്ളത്? പറയാം. സെന. ഇർഷാദ് കാറിൽ നോക്കി വിളിച്ചപ്പോൾ ഒരു പെണ്ണ് ഇറങ്ങി വന്നു. ഹിജാബൊക്കെ ഇട്ടിട്ട് ഒരു പെണ്ണ്. ഇത് എന്റെ ഭാര്യ സെന. ഞാൻ നന്നാവാനും എനിക്ക് അവളെ കിട്ടാനും ഒക്കെ കാരണം നിങ്ങളാണ്. നിങ്ങൾ അന്ന് വന്ന് പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ മനസ്സിൽ കൊണ്ടു. എന്റെ മാത്രമല്ല, എന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നവരുടെയും. വീട്ടിൽ പോയി ഉമ്മയെയും പെങ്ങളെയും സ്നേഹിച്ചു നോക്ക് എന്ന നിങ്ങളുടെ ആ വാക്ക് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അന്ന് മുതൽ ചിന്തിക്കാൻ തുടങ്ങി, അല്ല സ്നേഹിക്കാൻ തുടങ്ങി. ആദ്യം എന്നെ തന്നെ, പിന്നെ ഉമ്മയെ, ചുറ്റുള്ളവരെയൊക്കെ. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാവങ്ങൾ ഓർത്ത് കരയാൻ തുടങ്ങി. എന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കാൻ തുടങ്ങി. ഒരു പെണ്ണ് കെട്ടി അവളെ സ്നേഹിച്ച് ജീവിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ വാക്കു മറന്നില്ല. ജീവിതത്തില് ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ച് ഞാൻ അതിന് പ്രായശ്ചിത്തമായി ഒരു യത്തീംകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായി. അങ്ങനെ യത്തീംഖാനിൽ പോയി അന്വേഷിച്ചു ഈ സനയെ കല്യാണം കഴിച്ചത്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഞാനല്ല ഞാന്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നെ. കേട്ട് നിന്നവരുടെയൊക്കെ കണ്ണു നിറഞ്ഞു. ഐഷ സനയുടെ അടുത്ത് വന്നു അവളെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റി. അത് കണ്ടപ്പോൾ ഇർഷാദിന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അനു വന്നിട്ട് ഇർഷാദിന് കൈ കൊടുത്തു. എല്ലാവരും അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോഴാണ് സനയുടെ മുഖം ഐഷോ മിന്നുവൊക്കെ കാണുന്നത്. ഒരു സുന്ദരി കുട്ടി. സന മിന്നുവിനെ തന്നെ നോക്കുന്ന കണ്ടപ്പോൾ
മിന്നു എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല മിന്നു. മിന്നുവിനെ എന്റെ ഇക്ക വേദനിപ്പിച്ചിട്ടല്ലേ? ഇക്ക എല്ലാം എന്നോട് പറഞ്ഞു. പൊറുക്കണേ മിന്നു, എന്റെ ഇക്കയോട്. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ എല്ലാം. ഏയ് സാരമില്ല സന, നിന്റെ ഇക്ക അങ്ങനെ ചെയ്ത കൊണ്ട് നന്നായി. കാരണം അതിനുശേഷമാണ് ഞാനും നന്നായത്. അതിനു മുമ്പ് ഞാനും വേദനിപ്പിച്ചിട്ടുണ്ട് എന്റെ ഐശ്വര്യയും എല്ലാവരെയും. ആ മതി മതി, ഇനി പഴയ കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നേക്ക്. അതൊന്നും ഇനി പറയണ്ട. എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഓക്കെ ശരി ഐഷ മാഡം. മാഡം നിന്റെ. എല്ലാവരും ചിരിച്ചു. അതൊക്കെ കണ്ടു സന ചിരിച്ചു. അങ്ങനെ സന അവരൊക്കെയായി പെട്ടെന്ന് കമ്പനിയായി. അങ്ങനെ ചിരിയും കളിയുമായി എല്ലാവരും അവിടെ കുറെ സമയം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി ഇൻഷാ അല്ലാഹ് വരാം.